ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു കാറിൻ്റെ വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു സിഗ്നലിൽ കിടക്കുമ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ ഒരു കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ പുതിയ സെറ്റ് വൈപ്പർ ബ്ലേഡ് വാങ്ങിക്കൊണ്ടുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നറിയില്ല. അതായത് പഴയ വൈപ്പർ ബ്ലേഡ് എങ്ങനെ അതിൽ നിന്ന് മാറ്റാം എന്ന് പുള്ളിക്കറിയില്ല. പുള്ളി ഇത് വലിച്ചു നോക്കുന്നുണ്ട്, ഇത് ബെൻഡ് ചെയ്ത് നോക്കുന്നുണ്ട്, കുറേ നേരം നോക്കുന്നുണ്ട്. ഇത് കണ്ടൊരു ഓട്ടോച്ചേട്ടൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു പുള്ളി. പക്ഷേ പുള്ളിക്കാരനും ഈ പറഞ്ഞ പോലെ ഇത് എങ്ങനെ ഊരിയെടുക്കാമെന്ന് അറിയുന്നില്ല. അപ്പോൾ രണ്ടുപേരും ഇതും വലിക്കാനും എന്താ പറയുക, ഇത് ഊരിയെടുക്കാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. എനിക്ക് ഈ ഓപ്പോസിറ്റ് ലൈനിലാണ്ട് പുള്ളിനെ ഹെൽപ്പ് ചെയ്യാനോ ഇതിനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്യാം. ഇത് എല്ലാവർക്കും മിക്കവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി അറിയാത്തൊരു കുറച്ച് പേരുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ, അവർക്ക് ഉപകാരപ്പെട്ടിട്ടെന്ന് ചോദിച്ചാൽ എൻ്റെ വൈപ്പർ ബ്ലേഡ് ഏകദേശം മാറാറായിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ചീത്തയാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെ പോയാലും ഒരു വൈപ്പറിൻ്റെ ആയുസ് എന്ന് പറയുമ്പോൾ 1 വർഷത്തേക്ക് കൂടുതൽ കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ 6 മാസമൊക്കെയാണ് ശരിക്കും നല്ല കറക്റ്റായിട്ട് വൈപ്പർ ബ്ലേഡ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ മാറേണ്ടവർക്ക് മാറാൻ പറ്റിയ ടൈം കഴിയും. കാരണം നമ്മുടെ നാട്ടിൽ മഴയും വെയിലും ഇങ്ങനെ അടിക്കടി മാറി മാറി വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്ലേഡ് ഡാമേജ് ആവും. സോ ഈ ബ്ലേഡ് ആകെ മോശമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മാറാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ ആമസോണിൽ നിന്ന് ഒരു വൈപ്പർ ബ്ലേഡ് ഓർഡർ ചെയ്ത് തരണം. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഇതിൽ കിടക്കുന്നത് ഇത് കാണാം, ബോഷിൻ്റെ ആണ് വൈപ്പർ ബ്ലേഡ് കിടക്കുന്നത്. ഞാൻ എല്ലാ വണ്ടിക്കും ബോഷിനെ യൂസ് ചെയ്യാറുള്ളൂ. സോ ഈ തവണ ഞാൻ വേറൊരു ഓട്ടോ ഹബിൻ്റെ യൂറോ കെയർ എന്ന് പറഞ്ഞ ഇത് ഫ്രെയിംലെസ് വൈപ്പർ ബ്ലേഡാണ്. സോ ഒന്ന് മാറ്റി യൂസ് ചെയ്യാൻ വിചാരിച്ചു. എങ്ങനെ ഇപ്പോൾ ഏത് യൂസ് ചെയ്താലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏത് വൈപ്പർ ബ്ലേഡ് യൂസ് ചെയ്താലും അതിന് ആയുസ് എന്ന് പറയുന്നത് മാക്സിമം ഒരു വർഷമാണ്. സോ നമുക്കിത് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ നേരത്തെ കാണിച്ചുള്ളത് ഇതിങ്ങനെ നേരെയാക്കുക. ഈ വൈപ്പർ ബ്ലേഡിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിക്കുക. ഇതാണ് മെയിൻ കാര്യം. ഇങ്ങനെ നിൽക്കുന്ന വൈപ്പർ ബ്ലേഡ് നമ്മൾ നിർത്തുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അതിന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ച് വയ്ക്കുക. ഈ ബോഷിന് ലോക്കില്ലാത്ത ടൈപ്പ് മോഡലാണ് വരുന്നത്. ഇതിന് ലോക്ക് ഉണ്ടാവില്ല. ചിലതിന് ലോക്ക് ഉണ്ടാവും, എന്നാൽ ലോക്ക് ഉണ്ടെങ്കിൽ ക്ലിപ്പ് പിടിക്കാൻ പറ്റും. ഇതിന് ലോക്കില്ലാത്ത ടൈപ്പാണ്. ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിങ്ങനെ വെച്ചു താഴ്ത്തിക്ക് വെച്ചാൽ കണ്ട ഇത് ഊരിപ്പോന്നു. വളരെ സിമ്പിളായ കാര്യം. അതായത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, വേണ്ട ഇതിനിങ്ങനെ തിരിച്ചു ഈ സെൻറ്ററിൽ പിടിക്കുക, താഴ്ത്തിക്കുന്ന വലിക്കുക, ഊരിപ്പോകും. കണ്ടോ, വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കാവുന്ന കാര്യം. നമുക്ക് തൽക്കാലം ഇത് വൈപ്പർ ബ്ലേഡ് ഇടാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിങ്ങനെ പൊക്കുക, ഇതിനിങ്ങനെ തിരിക്കുക, ഈ സെൻറ്ററിൽ പിടിക്കുക, ജസ്റ്റ് അടിക്കുന്ന പുള്ളി ചെയ്യുക. സി, വളരെ ഈസി ആയിട്ട് ഇത് ഊരിപ്പോയി. കണ്ടോ, അങ്ങനെയാണ് നമ്മളിത് റിമൂവ് ചെയ്യുന്നത്. ബ്ലേഡ് ആകെ മോശമായിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ മോഡൽ നോക്കാം. ഈ ടവേരയുടെ വൈപ്പർ ബ്ലേഡ് വരുന്നത് പറഞ്ഞാൽ എല്ലാ വണ്ടിക്കും റൈറ്റ് സൈഡിൽ വൈപ്പർ ബ്ലേഡ് നീളം കൂടുതലായിരിക്കും, ലെഫ്റ്റ് സൈഡിൽ നീളം കുറവായിരിക്കും. സോ ടവേരയുടെ സൈസ് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ് റൈറ്റ് സൈഡിൽ ബ്ലേഡിന് വരാം, 16 ഇഞ്ചാണ് ലെഫ്റ്റ് സൈഡിൽ ബ്ലേഡ് വരാം. സോ നമുക്ക് ഇനി ഇട്ട് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫ്രെയിംലെസ് വൈപ്പർ ബ്ലേഡ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും മറ്റേ വൈപ്പർ ബ്ലേഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കാണാൻ ഭംഗി കൂടുതലാണ്. ഇത് വണ്ടിയിൽ കിടക്കുമ്പോഴും നമുക്ക് ഇത്രയും വൈപ്പർ കാണാൻ ഒരു ഭംഗി കൂടുതലാണ്. ഫ്രെയിമില്ലാത്ത മോഡലായതുകൊണ്ട് ഇതിലോട്ട് ശരിക്കും ഗ്ലാസ്സിലോട്ട് സ്റ്റിക്ക് ചെയ്ത് ഇതിൻ്റെ ഒരു ലോക്കിംഗ് മെക്കാനിസമാണ് വരുന്നത്. നമുക്ക് നോക്കിയറിയാം, നേരത്തെ കണ്ട വൈപ്പർ ബ്ലേഡും ഇല്ല, ഇതിനോടൊരു ലോക്കിംഗ് മെക്കാനിസമാണ് വന്നിട്ടിരിക്കുന്നത്. സോ ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ഇതിന് വലിയ റോക്കറ്റ് സയൻസ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മാർക്കിങ് കണ്ടോ നിങ്ങൾ, ഈ 3 മാർക്കിങ് അത് ഇപ്പുറ സൈഡിലുണ്ട്, കണ്ടോ? അത് 2 സൈഡിലും പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പണായി. സിമ്പിളാണ്. ഒന്നുകൂടെ നോക്കിയോ, ഈ 2 സൈഡിലെ പോർഷൻ ചുമ്മാ പ്രസ് ചെയ്താൽ ഈ മോഡൽ ഇതിങ്ങോട്ട് ഓപ്പണായി വരും. ഇത് ഓപ്പണായി വന്നാൽ നമ്മൾ വെച്ചാണ് വൈപ്പറുമേക്ക് കിടത്താം. കണ്ടില്ലേ, ഇത് വെറുതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കുക, നേരെ കൊണ്ടുവരാം. സി, ഈ പോർഷൻ്റെ ഉള്ളിൽ ഇതിനെ കയറ്റി വയ്ക്കുക, മുകളിലേക്ക് പുള്ളി ചെയ്യാം. ഇതിവിടെ ഫിക്സായി. ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ ലോക്കുമായി. കണ്ടോ, ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇത്രയുള്ളത് ഫിക്സ് ആണ്. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതുപോലെ കാണിച്ചു തരാം. ഇത് ലെഫ്റ്റ് സൈഡിലെ വൈപ്പറാണ്, ഇത് ലെഫ്റ്റ് സൈഡിലെ വൈപ്പറാണ്. സോ ഇതെങ്ങനെ ഇതതുപോലെ തന്നെ കണ്ടോ, ഈ മാർക്കിങ് കണ്ടോ, അപ്പുറത്തുമുണ്ട്.
അതിൽ പ്രസ് ചെയ്യുക, ഈ ലോക്ക് കിട്ടും. നോക്കിക്കോളൂ, കണ്ട ലോക്ക് വിട്ട് കഴിഞ്ഞു. ഇത് നേരെ നമ്മുടെ നിൽക്കുന്ന വൈപ്പറിൻ്റെ ഉള്ളിൽ കൂടെ അതിനുള്ളിൽ കിടത്താം. ഇങ്ങോട്ട് കയറ്റി വയ്ക്കാം. കണ്ടോ, ഫിക്സ് ആയി. ഇപ്പോൾ ലോക്ക് പോയി. ഇങ്ങനെയാണെങ്കിൽ വൈപ്പർ ഫിക്സ് ചെയ്യുന്നത്. ഇതൊന്നൊരു വേണമെങ്കിൽ ഞാൻ ഊരി കാണിച്ചു തരാം. ഇപ്പോൾ പ്രസ് കഴിഞ്ഞ് ലോക്ക് കിട്ടും. നേരെ താഴത്തോട്ട് ഉള്ളു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോകും. നേരെ കയറ്റിയിടുക, ലോക്ക് ചെയ്യുക. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതുമൊരു ചെറിയ പ്ലാസ്റ്റിക് കവറിങ് കൂടെ കൊടുത്തിട്ടുണ്ട്, അത് ഊരിക്കളയാം. ആ വൈപ്പർ ഫിക്സ് ആയി. അതുപോലെ ഇതും വേണ്ട ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ, അത് റിമൂവ് ചെയ്തു. നമ്മുടെ വൈപ്പർ ഫിക്സ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.